കഴിഞ്ഞ ദിവസം മുരളി തുമ്മാരുകുടി എന്ന് പറയുന്ന UN-ൻ്റെ ഒരു ബോഡിയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹവും നമ്മുടെ പ്രേംകുമാർ അടക്കമുള്ള ആളുകളൊക്കെയും ഒരു വ്യത്യസ്തമായ പ്രതികരണവുമായി രംഗത്ത് വരികയുണ്ടായി. അത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി നടത്തിയ പ്രസ്താവനയോട് പ്രതികരിച്ച വാക്കുകളാണ്. ആ വാക്കുകളൊന്ന് കേൾക്കാം. ആ പ്രസ്താവന ഇന്നലെ വന്നതിന് ശേഷം ഒരു പൂച്ചക്കുട്ടിയുടെ പിന്തുണ അതിന് കിട്ടിയോ? മാൻഹോളിൽ ആൾ പോയപ്പോൾ അയാളെ ജാതി നോക്കി പ്രസ്താവന ഒന്നുമില്ലേ? അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഇത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ്, കേരളത്തിലുള്ള എന്തിനേയും പോവുകയുള്ളൂ. ഇവരങ്ങോട്ട് പ്രസ്താവന ഇറക്കിയാൽ അവിടെ ഭൂമി കുലുങ്ങുമെന്ന് അവർ വിചാരിക്കല്ലേ? അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി. നിങ്ങളൊക്കെ ഇവിടെ മലപ്പുറത്തല്ലേ ജീവിക്കണേ? എന്താ വല്ലതും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ചില പ്രസ്താവനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല, ലെസ് വി ടോക്ക് ദി ബെറ്റർ. അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത്. കാരണം അത് ഒരു ചലനവുമില്ല, ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത്രേ ഉള്ളൂ. വിട്ടുകളയാം. നമുക്ക് കേട്ടല്ലോ, വിട്ടുകളഞ്ഞേക്കാം. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. ഈ പ്രസ്താവനയോടാണ് ഇവർ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അത് പറയുമ്പോൾ അതിന് മറ്റൊരു വശമുള്ളത്, ഇപ്പോൾ മാത്രമല്ല, എപ്പോഴാണ് PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ മറ്റേതെങ്കിലും സമുദായത്തെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് ദോഷമുണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വീണു പോയിട്ടുള്ളത്? ഇതിപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, മലയാളികൾ പൊതുവിൽ മനുഷ്യരുടെ ഒരു നല്ല ഗുണം, നന്മ, അത് അവർ ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നതിന് വളരെ മടിയുള്ളവരാണ്. എത്ര നന്മ ചെയ്താലും ആ നന്മയ്ക്കകത്ത് എന്തെങ്കിലും ഒരു കൊനഷ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ ശ്രമിക്കുക. ഇപ്പോൾ ഒരാളിൻ്റെ അടുത്തൊരു ആളൊരു സാമ്പത്തിക ആവശ്യവുമായി വന്നു, 500 രൂപ ചോദിക്കുമ്പോൾ 500 തന്നെ അങ്ങ് കൊടുത്താൽ ഇങ്ങനെ തരണമെങ്കിൽ അവൻ്റെ കയ്യിൽ കള്ളപ്പണം ഉണ്ടാവും എന്ന് പറയുന്നൊരു വിശ്വാസമാണ് ആദ്യം മനസ്സിൽ ചർച്ചയ്ക്ക് വരിക. ഏതെങ്കിലും ഒരു വിവാഹവേളയിൽ അവിടെ ചെന്ന് മൂക്കറ്റം പരിപ്പിൻ്റെയും സാമ്പാറിൻ്റെയും പുളിശ്ശേരിയുടെയും ഒക്കെ ചോറ് തിന്ന് ഇതിനിടയിൽ 2-3 തരം പായസവും കുടിച്ചു കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ അച്ചാറിന് ഉപ്പിച്ചിരി വാലമായിരുന്നു, അല്ലെങ്കിൽ പൂവമ്പഴം വല്ലാതെ വലിപ്പമാണ്, അത് വരുത്തനാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നതിനാണ് മലയാളികൾക്ക് ഇഷ്ടമുള്ളത്. അത്തരമൊരിഷ്ടം ജീവിച്ചിരിക്കുന്ന ഒരുപാട് പൊതുപ്രവർത്തകരോട് പല സന്ദർഭങ്ങളിലും ഈ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ കരുണാകരനും ഉമ്മൻചാണ്ടിയും നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സഖാവും ഒക്കെ. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ വാരി വലിച്ചലക്കി അവരുടെ പിന്നാലെ കൂടി എന്തെല്ലാം ചെയ്യാമോ, ഏതെല്ലാം തരത്തിൽ എഴുതാമോ അതെല്ലാം എഴുതി പിടിച്ച് പറ്റിച്ച് റെഡിയാക്കിയ ശേഷം അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ സ്പെഷ്യൽ ബുള്ളറ്റിൻ, പിന്നെ അല്ലാത്ത ബുള്ളറ്റിൻ, പിന്നെ വേറെന്തെങ്കിലും ബുള്ളറ്റിൻ, ഇങ്ങനെയൊക്കെ ഇറക്കി വല്ലാതെ അതും വിറ്റെടുത്ത് കളയും. അപ്പോൾ നമുക്ക് തോന്നും, ഈ പറഞ്ഞതിൻ്റെ 4-1 അവർ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞുവെങ്കിൽ ഈ സ്ട്രെസ്സും സ്ട്രെയിനും മനസമാധാനക്കേടും വരാതെ ഒരു 2-3 വർഷം കൂടി അവർ ജീവിച്ചിരുന്നേനെന്ന്. അതുകൊണ്ടാണ് ഞാനും ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹവും ജീവിച്ചിരിക്കുമ്പോൾ ഇത് പറയണമെന്ന് വിചാരിച്ചത്. ഏതാണ്ട് 40 വർഷത്തോളമായി കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവ് MLA ആയിട്ട് 82-ലോ മറ്റോ ആണ് അദ്ദേഹം നിയമസഭയിലെത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ സുപ്രധാന വകുപ്പായ വ്യവസായ വകുപ്പിൻ്റെ ചുമതല അടക്കം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു ചെറിയ കാലം MP ആയും ഒക്കെ പോയിട്ടുണ്ട്. അദ്ദേഹം മലക്കൊന്നുമല്ല, മനുഷ്യനാണ്. മനുഷ്യനെന്നുള്ള നിലയിലുള്ള പരിമിതികളൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ. പക്ഷേ ഈ മനുഷ്യൻ്റെ നാവിൽ നിന്ന് ഇത്രയും കാലത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലെ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് ദോഷകരമായി വരുന്ന എന്തെങ്കിലും ഒരു സംഗതി അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടേയില്ല. പേരിന് മുമ്പിൽ സയ്യിദ് എന്ന വാക്കില്ല, പേരിനൊടുവിൽ തങ്ങളെന്ന വാക്കുമില്ല. പേര് PK കുഞ്ഞാലിക്കുട്ടി എന്ന് തന്നെയാണ്. ഏറനാടിൻ്റെ എല്ലാ ശൈലിയും സംഭാഷണ രീതിയും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കണ്ടിട്ടുള്ളവരും പോയിട്ടുള്ളവരും ഇത്രയേറെ ആതിഥ്യ മര്യാദയോടെ എല്ലാ മര്യാദകളോടും കൂടി അവരെ സ്വീകരിക്കുകയും അവരോട് ഇടപെടുകയും പെരുമാറുകയും നിമിഷങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരാളുമാണ് എന്നതാണ് സത്യസന്ധമായ കാര്യം. അത്തരമൊരു അനുഭവമല്ലാതെ അദ്ദേഹത്തിൽ നിന്ന് ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല.
കേരളത്തെ പിടിച്ചു കുലുക്കിയ ബാബറി മസ്ജിദ് പ്രശ്നം വന്നപ്പോഴും, മാറാട് കലാപം വന്നപ്പോഴും, ചന്ദ്രികയുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോഴും, അദ്ദേഹത്തിനെ തന്നെ ഈ പറയുന്ന ആസൂത്രിതമായി കുടുക്കുന്ന പല വാർത്തകളും സൃഷ്ടിച്ചപ്പോഴും ആ കുടുക്കിവരെ പോലും പിന്നീട് വേട്ടയാടാനോ പ്രതികാരം ചെയ്യാനോ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതി ആവേശം കൊള്ളാനോ ഒന്നും ചെയ്യാതെ അദ്ദേഹം ഈ പറയുന്നത് പോലെ വിട്ടുകളയാം എന്ന് പറയുന്ന ഒരു ഭാഷ സ്വീകരിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നതൊരു പ്രത്യേകതയാണ്. നമ്മൾ സാധാരണ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെയൊക്കെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ അധികാരം വേണമെന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷേ വെറും ഒരു MLA ആയിരിക്കുമ്പോഴും PK കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ്റെ വീട്ടിൽ സംഘടനാ പ്രവർത്തനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെ കൂടാതെ സാധാരണക്കാരായ നാനാജാതിയിൽപ്പെട്ട ഒരുപാട് മനുഷ്യർ അവിടെ കാണാറുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ OP ഉണ്ടെന്ന് പറയും, ഔട്ട് പേഷ്യൻ്റ്. അവർക്കൊക്കെയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഞാനും ഇപ്പോഴത്തെ നേരത്തെ കുണ്ടറ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന SL സജികുമാർ സഖാവും കൂടി കയർഫെഡിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. കയറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, അവിടെ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി. അവിടെ ചെല്ലുമ്പോൾ ഈ വന്ന് കാണുന്ന രോഗികളുടെ രോഗവിവരങ്ങൾ പോലും തിരക്കി അന്വേഷിച്ച് അതിനനുസരിച്ച് വേറൊരു റൂട്ടിലൂടെ സഹായം എത്തിക്കുന്ന ഒരു മനുഷ്യനെയും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ പറഞ്ഞതുപോലെ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ നിലപാടെടുത്തത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ് അത്തരം ചില നിർണായക ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ രാഷ്ട്രീയ പ്രായോഗികതയും അത്തരം സംഗതികളുമൊക്കെ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈ PK കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ KM മാണി സാർ എന്ന് പറയുന്ന പാലായിലെ കേരള കോൺഗ്രസിൻ്റെ നേതാവ് കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന ഇത്തരം സ്പ്ലിറ്റുകളോ അല്ലെങ്കിൽ വൈരാഗ്യങ്ങളോ വിവിധ മതങ്ങൾക്കിടയിലുള്ള മതവിദ്വേഷങ്ങളോ ഒന്നും ഉണ്ടാകില്ലായിരുന്നു എന്നതാണ് സത്യം. അവരുടെ നേതാവായി ഉമ്മൻചാണ്ടി സാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഇക്വേഷൻ തന്നെ വേറൊരു തരത്തിലേക്ക് മാറി കേരളം രൂപപ്പെടുമായിരുന്നു. അവർ രണ്ടുപേരും ജീവിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് മരണപ്പെട്ട ശേഷമാണ്. അതിനു മുമ്പ് അവരുടെ മേലും സരിതയും അഴിമതിയും പിന്നെ നോട്ടെണ്ണുന്ന യന്ത്രവും ഒക്കെ ആരോപിച്ച് അവരെയൊക്കെ പറ്റിക്കുകയായിരുന്നു, അവരെയൊക്കെ വേഗത്തിൽ മടക്കി അയക്കുകയായിരുന്നു. ഏതായാലും ഇദ്ദേഹം ഇപ്പോഴും സജീവമായി ഈ പ്രവർത്തനങ്ങളിലാകെ നിറഞ്ഞു നിന്ന് മുന്നിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത് ഞാൻ പറയുന്നത് ഇനി അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് അദ്ദേഹവുമായുള്ള ബന്ധം വെറും 2-3 വർഷത്തിനകത്ത് മാത്രമാണ്. ഞാൻ ഈ പറയുന്ന കേരളത്തിലെ ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുമ്പോൾ അദ്ദേഹം വ്യവസായ മന്ത്രിയല്ല. പിന്നെ ഞാൻ മാനേജിംഗ് ഡയറക്ടർ ആയതും സ്ഥാപനങ്ങളിലേക്ക് പോയതൊന്നും കുഞ്ഞാലിക്കുട്ടി സാറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബന്ധങ്ങളിലോ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചോ അല്ല. ഞാനിത് പബ്ലിക് ഡൊമൈനിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ചിലരൊക്കെ ചിലപ്പോഴൊക്കെ കമൻ്റ് എഴുതാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ ആകെ 3-4 പ്രാവശ്യമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്തരം ചില നിർണായക ഘട്ടങ്ങളിൽ വളരെ യുക്തിസഹമായ ചില പ്രതികരണങ്ങളിലൂടെ എത്ര ഗൗരവമായേക്കാവുന്ന സാഹചര്യങ്ങളെയും മറ്റൊരു തരത്തിൽ തിരിച്ചുവിടുന്നതിന് ആ മനുഷ്യൻ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക?